നമസ്കാരം. ഓസീസിനെ അവരുടെ മണ്ണിൽ പോയി നാണം കെടുത്തി വിടാൻ ചില്ലറ റേഞ്ചൊന്നും പോരാ, ഒന്നൊന്നര റേഞ്ച് തന്നെ വേണം. ആ റേഞ്ച് തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജസ്പ്രീത് ബുംറയും സംഘവും. പെർത്ത് ടെസ്റ്റിൽ 295 റൺസിന്റെ പടുകൂറ്റൻ ജയമാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ നേടിയിരിക്കുന്നത്. 534 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് 4ാം ദിനത്തിൽ കണ്ടത്. 4ാം ദിനം ചായയ്ക്ക് ശേഷം ഓസ്ട്രേലിയ ആൾ ഔട്ടാവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 3 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമാണ് തിളങ്ങിയത്. 2 ഇന്നിംഗ്സിലുമായി 8 വിക്കറ്റ് വീഴ്ത്തിയ ബുംറ ഇന്ത്യയുടെ നായകൻ തന്നെയാണ്, കളിയിലെ താരം. മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസിലെ ഭാഗ്യം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് പക്ഷേ ആശിക്കുന്ന ഒരു പ്രകടനമായിരുന്നില്ല ബാറ്റർമാരിൽ നിന്ന് ലഭിച്ചത്. വെറും 150 റൺസിന് ഇന്ത്യ പുറത്തായി. സാധാരണ ഓസ്ട്രേലിയയിൽ അത്തരത്തിൽ ബാറ്റിംഗ് തകർച്ച സംഭവിക്കുമ്പോൾ മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യ പിന്നീട് ആ മത്സരത്തിൽ തകർന്നടിയുന്ന കാഴ്ചയാണ്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. നായകൻ ബുംറ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഓസീസിനെ വെറും 104 റൺസിന് പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ 46 റൺസിന്റെ നിർണായകമായ 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി. 2ാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിനായി എത്തിയപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ തങ്ങളുടെ വിശ്വരൂപം കാട്ടുന്നതാണ് കണ്ടത്. ഓപ്പണിങ്ങിൽ ജയ്സ്വാളും KL രാഹുലും 201 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഓസ്ട്രേലിയൻ മണ്ണിലെ ഇന്ത്യയുടെ ആദ്യ ഡബിൾ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ടെസ്റ്റിലെ. പിന്നീട് ഓരോ ബാറ്റർമാരും വന്ന് കളം നിറഞ്ഞാടിയപ്പോൾ മികച്ച ഒരു സ്കോറാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ ഓസീസ് മണ്ണിലെ തൻ്റെ ആദ്യ ടെസ്റ്റാണ് ജയ്സ്വാൾ കളിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 0-ന് പുറത്തായി. എന്നാൽ 2ാം ഇന്നിംഗ്സിൽ അതിൻ്റെ എല്ലാ ക്ഷീണവും തീർത്തുകൊണ്ട് 161 റൺസ് നേടി ജയ്സ്വാൾ ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരുത്തേകി. ഓപ്പണർ KL രാഹുൽ ക്ഷമയോടെയാണ് ബാറ്റ് വീശിയത്. അദ്ദേഹം 77 റൺസ് എടുത്തു. അർഹിച്ച ഒരു സെഞ്ചുറി അദ്ദേഹത്തിന് നഷ്ടമായെങ്കിൽ പോലും നല്ലൊരു തുടക്കം നൽകാൻ, ഒരു കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ രാഹുലിന് കഴിഞ്ഞു. മധ്യനിരയിൽ താരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും എന്നും ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന, കഴിഞ്ഞ ഒരു ദശകത്തിലധികമായിട്ട് ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ നെടുന്തൂണായ വിരാട് കോഹ്ലി, അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ പരാജയമായിരുന്നു. 5 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. 2ാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ പക്ഷേ അതായിരുന്നില്ല സാഹചര്യം. ഓപ്പണർമാർ ഉൾപ്പെടെ നൽകിയ മികച്ചൊരു അടിത്തറയുണ്ട്. നല്ലൊരു സ്കോറിൽ ഇന്ത്യ നിൽക്കുകയാണ്. അതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വെറും 2 ടെസ്റ്റ് സെഞ്ചുറി മാത്രമാണ് കോഹ്ലി നേടിയത്. നാട്ടിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ പോലും വലിയ പരാജയമായിരുന്നു. അതിൻ്റെയൊക്കെ സമ്മർദ്ദത്തിലാണ് കോഹ്ലി 2ാം ഇന്നിംഗ്സിൽ കൂടി ബാറ്റിംഗിന് ഇറങ്ങുന്നത്. എന്നാൽ ആ ക്ഷീണമെല്ലാം മാറ്റുന്ന തരത്തിലുള്ള മനോഹരമായൊരു സെഞ്ചുറിയിലൂടെ വിരാട് കോഹ്ലിയും കളം നിറഞ്ഞു. അങ്ങനെയാണ് ഇന്ത്യക്ക് മികച്ചൊരു സ്കോർ നേടാൻ കഴിഞ്ഞത്. ഓസീസിന്റെ മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹാസൽവുഡ്, നായകൻ പാറ്റ് കമിൻസ്, സ്പിന്നർ നഥൻ ലയോൺ, മിച്ചൽ മാർഷ് എന്നീ 5 സ്ട്രൈക്ക് ബൗളർമാരാണുള്ളത്. ഈ 5 ബൗളർമാരും സ്വന്തം മണ്ണിൽ വെള്ളം കുടിച്ച് നിലം പരിശാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അത്തരം കാഴ്ച വളരെ അസാധാരണമാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ മണ്ണിൽ അങ്ങനെ വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിന് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ടെസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 134.3 ഓവറാണ് 2 പാർട്ട് ടൈം ബൗളർമാർ ഉൾപ്പെടെ 7 ബൗളർമാർ ചേർന്ന് 2ാം ഇന്നിംഗ്സിൽ എറിഞ്ഞത്. എന്നിട്ട് വീഴ്ത്താനായത് വെറും 6 വിക്കറ്റുകൾ മാത്രം. ഓസ്ട്രേലിയയുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്നറിയത്തില്ല. എതിർ ടീമിനെ ഓൾ ഔട്ട് ആക്കാൻ പറ്റാത്ത തരത്തിൽ ഓസ്ട്രേലിയൻ ബൗളിംഗ് നിലം പരിശാകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. 534 എന്ന താരതമ്യേന അസാധ്യമായ ഒരു സ്കോറാണ്, വിജയലക്ഷ്യമാണ് ഇന്ത്യ ഓസീസിന് മുന്നിൽ വെച്ചത്. 3ാം ദിനം അവസാനം ഒരു അരമണിക്കൂർ ഓസ്ട്രേലിയക്ക് ബാറ്റിങ്ങിനുള്ള അവസരം ഇന്ത്യ കൊടുത്തു. ബൂംറയുടെ ഒരു തന്ത്രമായിരുന്നു അത്. ആ അരമണിക്കൂറിനുള്ളിൽ നിർണായകമായ 3 വിക്കറ്റുകൾ വീഴ്ത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു. അത് ബൂംറ തന്നെയാണ് മുന്നിൽ നയിച്ചത്. പിന്നീട് ഇന്ന് രാവിലെ 3-12 എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഓസീസിന് തുടക്കത്തിൽ തന്നെ സ്കോർ 17 എത്തുമ്പോൾ തന്നെ ഓപ്പണറായ കവാജിയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. മുഹമ്മദ് സിറാജാണ് വിക്കറ്റ് വീഴ്ത്തിയത്. 76 റൺസ് എത്തുമ്പോഴേക്കും സ്മിത്ത് കൂടി പുറത്താകുന്നു. അങ്ങനെ 5 വിക്കറ്റുകളാണ് 76 റൺസിനിടയ്ക്ക് ഓസീസിന് നഷ്ടമായത്. അപ്പോൾ തന്നെ മത്സരത്തിൻ്റെ ഫലം എന്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പിന്നീട് വന്ന ട്രെവിസ് ഹെഡ്, ഒപ്പം തന്നെ മിച്ചൽ മാർഷ്, അലക്സ് കാരി
എന്നീ 3 ബാറ്റർമാരുടെ ഭേദപ്പെട്ട ഒരു ബാറ്റിംഗ് ആണ് ഇത്തരത്തിലൊരു വലിയ തകർച്ചയിൽ നിന്നും ഓസ്ട്രേലിയ കരകയറ്റിയത്. ട്രാവിസ് ഹെഡ് 89 റൺസ് എടുത്തു. അദ്ദേഹം മുൻപും ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആദ്യ ഇന്നിംഗ്സിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം 89 റൺസ്, ഏകദിന ശൈലിയിൽ അദ്ദേഹം ബാറ്റ് വീശി 89 റൺസ് എടുത്തു. മിച്ചൽ മാർഷ് 47 റൺസ് എടുത്തു. പിന്നാലെ വന്ന അലക്സ് കാരി 36. അങ്ങനെ ഈ 2-3 പേരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് 200 കടക്കാൻ ഓസ്ട്രേലിയ സഹായിച്ചത്. ഇന്ത്യയുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻപ് ഓസ്ട്രേലിയൻ മണ്ണിൽ കളിച്ചിട്ടുള്ള 3 താരങ്ങളാണ് ബാറ്റിംഗ് നിരയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് KL രാഹുലാണ്, പിന്നെ വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്. ഈ 3 പേരും കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി ഇറങ്ങുകയാണ്. നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഓൾറൗണ്ടർ, അദ്ദേഹം ടെസ്റ്റിലെ തന്നെ തൻ്റെ അരങ്ങേറ്റ മത്സരമാണ് കളിച്ചത്. ഒപ്പം ഹർഷിത് റാണ എന്ന് പറയുന്ന ബൗളർ, ദേവ്ദത്ത് പടിക്കൽ, ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യത്തെ മത്സരമാണ്. ഒപ്പം നായകൻ രോഹിത് ശർമ്മയില്ല, പരിചയസമ്പന്നനായ ശുഭ്മാൻ ഗില്ലില്ല. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയില്ല, പേസർ മുഹമ്മദ് ഷമിയില്ല, സ്പിൻ കുന്തമുനയായ അശ്വിനും ഇറങ്ങിയില്ല. ഇത്തരത്തിൽ മികച്ച ഒരു ടീമെന്ന് പറയാൻ നമുക്ക് സാധിക്കാത്ത തരത്തിൽ പരിചയസമ്പന്നരായ താരങ്ങൾ വളരെ കുറച്ച് മാത്രമുള്ള ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. നാട്ടിലെ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര 3-0 തോറ്റ് തകർന്നടിഞ്ഞ ക്ഷീണവും അതിൻ്റെ ഒരു ആഘാതവും ഒക്കെ തന്നെയുണ്ട്. സ്വന്തം നാട്ടിൽ ഇങ്ങനെ തകർന്നടിച്ചെങ്കിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ പേസിനെയും ബൗൺസിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഓസ്ട്രേലിയൻ മണ്ണിൽ എങ്ങനെയാകും ഇന്ത്യയുടെ അവസ്ഥ എന്ന് പലരും സംശയിച്ചിരുന്നു. ആ സംശയം അരക്കെട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ആദ്യ ഇന്നിംഗ്സിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പരിചയസമ്പന്നതയുടെ ഒരു കുറവൊക്കെ തന്നെ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് മികച്ച ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടിയാണ്. 5 ടെസ്റ്റുകളുടെ ഒരു പരമ്പര, 91 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ 5 ടെസ്റ്റുകളുടെ ഒരു പരമ്പര വരുന്നത്. ആ പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ തന്നെ ഇത്തരത്തിലൊരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് ഓസീസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയുടെ ഈ 295 റൺസ് വിജയമെന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ നേടുന്ന ഏറ്റവും ഉയർന്ന 2ാമത്തെ റൺസ് അടിസ്ഥാനത്തിലുള്ള വിജയം കൂടിയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരയിൽ മികച്ചൊരു തുടക്കം ലഭിച്ചിരിക്കുന്നു. ഈ പരമ്പര 4-0 നേടിയാൽ മാത്രമേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ. ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് വരെ ഓസ്ട്രേലിയ ആയിരുന്നു ഈ പട്ടികയിൽ ഒന്നാമത്. അത് ന്യൂസിലൻഡിനെതിരായ പരമ്പര ഇന്ത്യ സമ്പൂർണ്ണമായി തോറ്റതുകൊണ്ട് മാത്രമാണ് ഓസ്ട്രേലിയ താൽക്കാലികമായിട്ട് 1ാം സ്ഥാനത്തേക്ക് വന്നത്. എന്നാൽ ഇന്നത്തെ ജയത്തോടുകൂടി ഇന്ത്യ വീണ്ടും ആ 1ാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 5 ടെസ്റ്റിൽ 4 ജയിക്കുകയും 1 സമനിലയിലാക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് നേരിട്ട് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടാം. മറിച്ച് ഒരു മത്സരം തോക്കും, 1-2 മത്സരം തോറ്റാൽ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുടെ മത്സരഫലം കൂടി കാത്തിരിക്കണം. എന്തായാലും അടുത്ത ടെസ്റ്റിലേക്ക് വരുമ്പോൾ നായകൻ രോഹിത് ശർമ്മ തിരിച്ചെത്തുന്നു, ഒപ്പം ഗില്ല് തിരിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ ആരെയൊക്കെ ഒഴിവാക്കുമെന്ന വലിയൊരു പ്രതിസന്ധി ഇന്ത്യക്ക് മുന്നിലുണ്ട്. എന്തായാലും 3ാം നമ്പറിലെത്തിയ ദേവ്ദത്ത് പടിക്കൽ പരാജയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പടിക്കലിന് പകരം ഗില്ല് എത്തും. ഒപ്പം നായകൻ രോഹിത് ശർമ്മ മടങ്ങിയെത്തുമ്പോൾ ആരെ പുറത്തിരുത്തും എന്നൊരു കാര്യം കൂടിയുണ്ട്. അരങ്ങേറ്റം കുറിച്ച നിതീഷ് കുമാർ റെഡ്ഡി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസീസിന്റെ പേസ് ബൗളിങ്ങിനെ തെല്ലും കൂസാതെ ഒരു അരങ്ങേറ്റക്കാരന്റെ യാതൊരു പരിഭ്രമവുമില്ലാതെ മികച്ച ഇന്നിങ്സ്, ആദ്യ ഇന്നിങ്സിൽ മികച്ച ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് റെഡ്ഡി നടത്തിയത്. 2ാം ഇന്നിങ്സിൽ ഒരു 20-20 ശൈലിയിലുള്ള ഒരു ബാറ്റിങ്ങിലൂടെ എതിരാളികളെ തകർത്ത് കളയുന്നതും നമ്മൾ കണ്ടു. അത്തരത്തിൽ മികച്ച ഒരു ഓസീസിനെ പണ്ടൊക്കെ മുട്ടിടിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല എന്ന് ചെറുപ്പക്കാർ തെളിയിക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ സ്മിത്ത്, മാർണസ് ലബുഷൈൻ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ ഓസീസ് ബാറ്റ്സ്മാൻമാർ വെള്ളം കുടിക്കുന്നതാണ് കണ്ടത്. ഹർഷിത് റാണയുടെ ബൗളിംഗ് എടുത്തു പറയേണ്ടതാണ്. അരങ്ങേറ്റ മത്സരമാണ് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൻ്റെ ബൗൺസും ഒന്നും തന്നെ ലൈനും ലെങ്തും ഒന്നും പിടികിട്ടാതെ ബാറ്റ്സ്മാൻമാർ നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച അതൊക്കെ വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഈ ടെസ്റ്റ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറെ ത്രസിപ്പിക്കുന്ന ഒന്നാണ്. മികച്ച വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. വരും ടെസ്റ്റുകളിലും ഈ പ്രകടനം ഇന്ത്യ ആവർത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.